ആരിഫ് സർ, എനിക്കൊരു വലിയ ഇൻട്രോയോ കൂടുതൽ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മള് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുപോലെ നമ്മൾ ഈ മീഡിയ വൺ ചാനൽ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് രണ്ടും കമ്പറബിൾ ആണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഒന്ന്, ഒരു സംഘടന, ആ സംഘടനയുടെ സ്വഭാവം, ആ സംഘടന പ്രവർത്തിക്കാനുള്ള നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ ഏത് രീതിയിൽ അവർ ദുരുപയോഗം ചെയ്തു എന്നത് നോക്കിയിട്ട് അവരുടെ സ്വഭാവം, അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയുടെ സ്വഭാവം, അത് തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിന് കൂട്ടുനിന്നത്, അതിനുള്ള തെളിവ്, അതിൻ്റെ ക്രൈം അവർ നടത്തിയതിൻ്റെ പ്രസിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് അവരുടെ ബാനിലേക്ക് നീങ്ങിയത്. അത് ബാൻ ചെയ്യുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാനില്ല. അത് വളരെ നന്നായി എന്നും നമ്മൾ പറയുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ സെയിം ടൈം നമ്മൾ മീഡിയ വൺ എന്ന് പറയുമ്പോൾ അതൊരു മീഡിയയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ ജനാധിപത്യത്തിൻ്റെ 4 പ്രധാനപ്പെട്ട തൂണുകൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണ് ഈ നമ്മൾ പറയുന്ന മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഫ്രീ സ്പീച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്രീ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ സ്പീച്ചുണ്ട്, ഫ്രീ മീഡിയ ഉണ്ട്. അങ്ങനെ മീഡിയകളെ നമ്മൾ എങ്ങനെ ഇത്തരത്തിൽ അവർ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ അവരെ ബാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു മറ്റൊരു വശത്തേക്കാണ് അത് കൊണ്ടുപോകുക. ഇന്ത്യ എത്രത്തോളം ഫാഷിസ്റ്റ് ആകുന്നു എന്ന ചോദ്യമായിരിക്കും പിന്നീട് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം ഫ്രീ സ്പീച്ചിനെ ഭയക്കുന്നു എന്നുള്ള ചോദ്യമായിരിക്കും. അല്ലെങ്കിൽ ഫ്രീ സ്പീച്ചിനെ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു, മീഡിയ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് അത് പോവുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലോകത്തെ ഈ പ്രസ് ഇൻഡെക്സ് അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ കണക്കെടുക്കുമ്പോൾ പലപ്പോഴും ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ വളരെ താഴെയാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇതിലൊരു തമാശയും കൂടി ഉണ്ട് സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ പോലും കേരളത്തിൽ നമ്മൾ കാണാറുള്ള വളരെ വ്യാപകമായ മാധ്യമവേട്ടയുണ്ട്. അതൊന്നും ഈ ഫ്രീ സ്പീച്ചിൻ്റെ അക്രമത്തിന് അതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഷാജൻ സ്കറിയുടെ ചാനലിനെതിരെ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, ഇതുപോലുള്ള ഏഷ്യാനെറ്റിനെതിരെ നടത്തിയിട്ടുള്ള, പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, ഇതൊന്നും മാധ്യമവേട്ടയായിട്ടൊന്നും ആരും പറയാറില്ല. അതൊന്നും ഫ്രീ സ്പീച്ചിനെതിരെയുള്ള കയ്യേറ്റായിട്ടൊന്നും ആരും പറയാറില്ല. ഇത് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ജീവ മാത്രമാണ് അത് പ്രശ്നമായിട്ട് പറയാറുള്ളത്. ഇത് രണ്ടും പ്രശ്നമാണെന്നാണ് നമ്മൾ പറയുന്നത്. മാധ്യമങ്ങൾക്ക് നേരെ നിങ്ങളൊരു നീക്കമായിട്ട് ഇറങ്ങുമ്പോൾ അത് കൃത്യമായ കാരണങ്ങളില്ലാതെ വരുമ്പോൾ അത് ഒരു വേട്ട തന്നെയായിട്ട് ചിത്രീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി മീഡിയ വണ്ണിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഫ്രീ സ്പീച്ച് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതൊരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും മിനിമം നമ്മൾ അതിനകത്ത് പറയാറുള്ളത്, നമ്മൾ ഈ ഫ്രീ സ്പീച്ചിന് ഒരു ലിമിറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫ്രീ സ്പീച്ച് ഒരു ലിമിറ്റ് ഇല്ലാത്തൊരു സാധനമാണോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവിടെ നമ്മൾ പറയുന്നത് ഒരു വയലൻസിന് വേണ്ടി വഴിവെക്കുക, ഡിസ്ക്രിമിനേഷന് വഴിവെക്കുക, ഹെയ്റ്റിന് വഴിവെക്കുക, ഇതുപോലുള്ള സംഗതികൾ അതിൽ ചെയ്യാൻ പാടില്ല. ഈ ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമായിക്കാണ്. അതിനുള്ള വഴിയല്ല ഫ്രീ സ്പീച്ച് എന്ന് തന്നെയാണ് ഇപ്പോൾ UN അടക്കം പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആഗോളതലത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു വാറിന്, യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുക, അതിനെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്യുക, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെയ്റ്റ് സ്പീച്ചിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക, വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹെയ്റ്റ് അവിടെ കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുക. ഇങ്ങനെയുള്ള സംഗതികളുണ്ടെങ്കിൽ പബ്ലിക് സേഫ്റ്റിയും ഓർഡറും ഇതിനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഫ്രീ സ്പീച്ചിൻ്റെ പരിധി വരില്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഫ്രീ സ്പീച്ചിൻ്റെ വയലേഷൻസ് ആയിട്ടാണ് നമ്മളവിടെ പറഞ്ഞു വെക്കാറ്. ഇനി നമ്മൾ നോക്കേണ്ടത് മീഡിയ വൺ ഇത് ചെയ്യുന്നുണ്ടോ എന്നാണ്. മീഡിയ വൺ പച്ചയ്ക്ക് പറഞ്ഞാൽ മീഡിയ വൺ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അവർ വാർ പ്രൊപ്പഗൻഡ നടക്കുന്നുണ്ട്, വാറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുണ്ട്. അത് നമ്മളിവിടെ കാണുന്നു. ഇപ്പോൾ നമ്മളുടെ താലിബാനെ ഇവർ വിശേഷിപ്പിച്ച് തന്നെ ഈ ചാനലിനെ തന്നെ അറിയപ്പെടുന്ന തന്നെ വിസ്മയം ചാനൽ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഈ വിസ്മയം എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വന്നത്? അത് ഈ മീഡിയ വണ്ണിൻ്റെ പാരൻറ് സംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മാധ്യമം എന്ന് പറയുന്ന പത്രം, അതിൻ്റെ കുറച്ചും കൂടി നമ്മൾ അച്ചടി മാധ്യമത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, അവർ പ്രിൻ്റ് ചെയ്ത് വന്ന സാധനമാണ് ഈ വിസ്മയം പോലെ താലിബാൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോകം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെ കൂപ്പ് കുത്തിച്ച് ഇതേപോലെ ഒരു തീവ്രവാദ കൂട്ടം അവിടെ ഭരണം പിടിക്കുന്നതിൽ അപലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമം പോലെ ഒരു പത്രം അന്ന് പറഞ്ഞു വെച്ചത് ഇതിനെ വിസ്മയം എന്നാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടു, അന്ന് പിന്നെ ഈ മീഡിയ വൺ ഇല്ല. അപ്പോൾ 2021 വീണ്ടും ഇതേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അവിടെ ഭരണം പിടിക്കുമ്പോൾ അവരെ ഇന്ന് മാധ്യമ പത്രമായാലും ഈ മീഡിയ വൺ ചാനലായാലും ഒരുമിച്ച് അതിനെ വിശേഷിപ്പിച്ചത് സ്വതന്ത്ര അഫ്ഗാൻ എന്നാണ്. അപ്പോൾ എന്താ അവിടെ കാണുന്നത്? ഇത്തരത്തിലുള്ള യുദ്ധങ്ങളെ, അട്ടിമറികളെ, തീവ്രവാദ കൂട്ടങ്ങൾ നടത്തുന്ന പ്രവൃത്തികളെ എന്നും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു രീതി ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ളത്. ഇനി ഇന്ത്യക്ക് അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്?
ഇപ്പോൾ നമ്മൾ കാണുന്നു, ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ഇത്രമാത്രം ഫാൻ ബേസ് ഉണ്ടാകാൻ ആരാണ് കാരണം? അവരെ ആരാണ് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരുന്നത്? വേറെ ഒരു ചാനലും അത് ചെയ്തിട്ടില്ല. അത് ചെയ്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതേ മീഡിയ വൺ തന്നെയാണ്. ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആഗോളതലത്തിൽ അതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് വരികയും, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇതേ പാലസ്തീനിൻ്റെ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മഹ്മൂദ് അബ്ബാസ് ഇവരെ വിശേഷിപ്പിച്ചത് തന്നെ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞത് സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ് വിളിച്ചത്. ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരോട് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിക്കും, നാട്ടുകാരെ ജീവിതം കുട്ടിച്ചോറാക്കരുത് എന്ന് പച്ചയ്ക്ക് പറയുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഇങ്ങനെ എന്താണ് നായിയുടെ മക്കളെ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന അവിടെയാണ്. പക്ഷേ അങ്ങനെ ആ പേരെടുത്ത് വെച്ച് വിളിക്കുന്ന ആ കൂട്ടത്തെയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളായി നിരന്തരം അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ മുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് വഴിതെറ്റിച്ച് ഈ തീവ്രവാദ ആശയത്തിലേക്ക് കൂട്ടി കൊണ്ടുവന്ന് അവർക്ക് അതിലൊരു എക്സ്പോഷർ കൊടുത്ത് ഇതിൽ നിരന്തരം ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരുന്ന ടീം അത് ഇതേ ആളുകൾ തന്നെയാണ്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ പറയുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഇവരെ വിശേഷിപ്പിച്ചതിൽ നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല, അത് ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മൾ ഇവർ ചെയ്യുന്ന പോക്കിരിത്തരങ്ങൾ കൂടി പറയണം. ഈ പറയുന്ന കൂട്ടം ആളുകൾ ചെയ്യുന്ന രീതി ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഇവർ ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇതാണ് ശരി എന്നുള്ള രീതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തെറ്റുകൾ മുഴുവൻ ഇത് ഇവരുടെ തെറ്റല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, തെറ്റായിട്ട് തോന്നുന്നതാണ്, ഇതിങ്ങനെയൊന്നും അല്ല, അതിൻ്റെ പിന്നിൽ വലിയ സാമ്രാജ്യത്വ കൈകടത്തലുകളാണ്, ഇസ്രായേലിൻ്റെ പണിയാണ്, അങ്ങനെയാണ് ചൈന, ഈ കൺസ്പിറസി തിയറികൾ വെച്ചുകൊണ്ട് ഇതിനെ മറയ്ക്കുന്ന ഒരു പരിപാടി. പച്ചയ്ക്ക് അവർ പറഞ്ഞാൽ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഈ ജിഹാദികളായിട്ടുള്ള ആളുകൾക്ക്, ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ വെളുപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു കൂട്ടം ആളുകളാണ് മുസ്ലിം ബ്രദർഹുഡ്. മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകൾ, അതിപ്പോൾ സയ്യിദ് കുത്തുബ ആയാലും അതുപോലെയുള്ള ഓരോ വ്യക്തികളെയും ആ ആളുകൾക്ക് കേരളത്തിൽ വേരോട്ടുണ്ടാക്കുന്നതിൽ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്? അതും ഇതേ മീഡിയ വണ്ണും ഈ മാധ്യമവും തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജോർദാനിലെ രാജാവ് ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടന അവിടെ ബാൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അവിടെ അവരെ ബാൻ ചെയ്യുന്നു, അതിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകളെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നത് അവരെ ആനപ്പുറത്ത് കയറ്റുന്നതും ഇതുപോലെ പ്രക്ഷോഭങ്ങളിൽ മുന്നിൽ ചിത്രങ്ങളാക്കി പിടിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം, ഈ ഒരു പ്രവൃത്തി ഇത് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ നാടിന് ഗുണമാണോ ദോഷമാണോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ തീവ്രവാദത്തെയും അതുവഴി ഉണ്ടാകുന്ന ജിഹാദി പ്രവർത്തനങ്ങളെയും യുദ്ധങ്ങളെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു നിരന്തരമായ ഒരു പ്രവൃത്തി ഇത് ഇന്ന് ഇന്ത്യയിൽ വേറെ ചാനലൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇവിടെ സിറാജും അതുപോലെ മറ്റു ചില പത്രങ്ങളുണ്ട്, ഇത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. അവരൊക്കെ വളരെ പച്ചയായിട്ട് ഇതിനൊക്കെ എതിർക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവർ മുഖപത്രം എഴുതുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങൾക്കെതിരെ അവർ എഴുതുമ്പോൾ തീവ്രവാദത്തെ എതിർത്ത് നിൽക്കേണ്ട ഒരു ബാധ്യത അത് മുസ്ലിം സമൂഹത്തിനില്ലേ? ആ ബാധ്യത മുസ്ലിം സമൂഹത്തിന് ഇല്ല എന്ന രീതിയിൽ അവരെ പറഞ്ഞ് ശീലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതെല്ലാം മറ്റാരോ ചെയ്യുന്നതാണ്, ഇതെല്ലാം നിങ്ങളെ ഇരകളാക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് മറ്റു മുസ്ലിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയും സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതം അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ബാൻ ചെയ്യാൻ പറ്റുമോ? അത് വേറെ വിഷയമാണ്. ഇനി ഇതേപോലെ ദേശ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പഹൽഗാം അറ്റാക്കിൻ്റെ വിഷയത്തിൽ അവിടെ പോലും നമ്മൾ കാണുന്നത് ഇതിനെ രാജ്യം മുഴുവൻ ഈ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ ഒരുമിച്ച് നിന്ന് ഇതിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ പത്രമാണ്, ഈ മാധ്യമമാണ്, ഈ മീഡിയ വണ്ണാണ് അവിടെ നിന്നിട്ട് ഇതിലും വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇതൊക്കെ ഇന്നിപ്പോൾ പരാതി പോയിട്ടുള്ള വിഷയമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പേരിൽ പെട്ടെന്ന് അങ്ങ് ബാൻ ചെയ്യാന്ന് പറയുന്നതൊന്നും പ്രായോഗികമല്ല, അതങ്ങനെ നടക്കുകയില്ല. പക്ഷേ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിന് വാർണിങ്സ് കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതായത് ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. എല്ലാത്തിനും ഒരു റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു അതോറിറ്റി ഉള്ള പോലെ ഇതിനുണ്ട്. ഈ മീഡിയ അതിനെ ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്ന യൂട്യൂബ് ആയാലും ഏത് തരം ചാനലായാലും അതിനെല്ലാം ഉണ്ടല്ലോ ഒരു നിയമം പാലിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇതിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചു പോകാമെന്നൊന്നും നമുക്ക് അങ്ങനെയൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ നടക്കില്ല എന്നുള്ളത് ഇവരെ ബോധ്യപ്പെടുത്തണം. ഇവിടെ ഇരുന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്ന് നമ്മൾ പറയേണ്ട ഒരു ബാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബാൻ എന്നുള്ളതൊരു 3 സ്റ്റെപ്പ് പ്രൊസീജിയറിൻ്റെ ഒരു അവസാനത്തെ പ്രൊസീജിയർ അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പായിട്ട് കണക്കാക്കി അതിന് മുന്നേ ഇതിനകത്ത് കൃത്യമായിട്ട് വാർണിംഗ് കൊടുക്കുന്ന സിറ്റുവേഷൻ, അതുകൂടാതെ ഇതിൻ്റെ കണ്ടന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വാർണിംഗ് എത്ര തവണ കൊടുക്കണം? ആരിഫ് സാറിന് ഓർമ്മയില്ലേ? ഈ ഇടയ്ക്ക് കുറച്ചു മാസം
മീഡിയ വൺ ചാനൽ ഒത്തിരി നാള് ഓണയറിൽ ഉണ്ടായിരുന്നില്ല. എത്ര തവണ വാണിംഗ് കൊടുത്തു? അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രവൃത്തിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കോടതിയിൽ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം ഉള്ളത്? ഏതോ കവർ നോക്കാൻ കോടതി വിസമ്മതിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ എത്രമാത്രം ഒരു സമൂഹത്തിന് മുന്നിൽ നമുക്ക് പറയാൻ കഴിയും? കാരണം ഇത് ഒരു ഫ്രീ കൺട്രി ആകുമ്പോൾ ഈ എടുക്കുന്ന തീരുമാനങ്ങളും പറയുന്ന കാര്യങ്ങളും ഇത് നാട്ടുകാരെയും കൂടി ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്കുണ്ട്. ഒളിച്ചും പാത്ത ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അതിപ്പോൾ BJP ആണെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കീഴ്വഴക്കല്ല. അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്കും ചെയ്യാം. നമ്മളെപ്പോഴും കാണുന്നത് അതാണ്. അതായത് ഇത് എന്നും നമ്മളിവിടെ ഈ കസേരയിൽ ഇരിക്കും എന്നുള്ളൊരു ധാരണയിലല്ല നമ്മളിത് ചെയ്യേണ്ടതും പറയേണ്ടതും. നമുക്ക് ശേഷം ഇവരാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവരെ അതിന് തടയാനുള്ള വഴിയും കൂടിയും ഒരുക്കി, അല്ലെങ്കിൽ അതുകൂടി മുൻകൂട്ടി കണ്ടേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാനെപ്പോഴും പറയാറുള്ളത്. കാരണം ഇന്നിപ്പോൾ BJP ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, കോൺഗ്രസ് ഇരിക്കുമ്പോൾ വേറൊരു രീതി ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭരണം വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു പച്ചയായ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്, ഒരു ഏകാധിപത്യ ഒരു ഭരണം. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഹറാമാണ്, മതേതരത്വം എന്ന് പറയുന്നത് ഹറാമാണ്, അവരുടെ പ്രിൻസിപ്പിൾസിലുള്ള കാര്യമല്ല, അതിനെതിരെ നിൽക്കണം എന്നാണ് പറയുക. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ കിതാബുകൾ വായിച്ചാൽ അത് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് അവർ പറയുന്നത് വേറെ എവിടെയൊന്നും അല്ല, ഖുറാനും ഹദീസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ UK അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ അവർ എഴുതി വെക്കുന്ന ബാനറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? സേ നോ ടു ഡെമോക്രസി, വി വാണ്ട് ഇസ്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഡെമോക്രസിക്ക് ബദലായിട്ട് കൊണ്ടുവെക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മളിവിടെ പറയുന്ന കോൺഗ്രസ് വരുമ്പോഴും ഇവിടെ ജനാധിപത്യമാണ്, ഇവിടെ BJP വരുമ്പോഴും ഇവിടെ ജനാധിപത്യമാണ്. പക്ഷെ ഒരു ഇസ്ലാമിക കൂട്ടമായിട്ടുള്ള ആളുകൾ ഭരണം പിടിച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയും മിഷൻ 2047 അവർ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യത്തെ കുഴിച്ചുമൂടുകയാണ് ചെയ്യുന്നത്. അതായത് അവർ എഴുതി വെച്ചുള്ള സാധനമാണല്ലോ. ഫൈനൽ ആ ഡേ വന്നു കഴിയുമ്പോൾ ആ സ്റ്റേജിൽ എന്താ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റും, അവിടെ കൊണ്ടുവന്ന് ഖുറാൻ ഇറക്കി വെക്കും, ശരിയായ നിയമം ഇറക്കി വെക്കും. ഇത് തന്നെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ജനാധിപത്യത്തെ പള്ളേക്കളയും മതേതരത്വത്തെ കുഴിച്ചുമൂടും, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് അവർക്ക് ചെയ്യാനുള്ള വഴിയായിട്ട് മാറരുത്, അവർക്ക് ഇത് ദുരുപയോഗം ചെയ്യാനുള്ള വഴിയായിട്ട് മാറാതിരിക്കേണ്ട ഒരു ബാധ്യതയും കൂടിയുണ്ട്. കാരണം ഇത് ഈ കാട്ടാളന്മാരുടെ കയ്യിലേക്ക് വരാതെ ഇരിക്കേണ്ട, അതിനെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടി നമുക്കുണ്ട് എന്നുള്ളത്, അതും കൂടി വരുമ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അന്നത്തെ നടപടിയിലെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് അത് ഔട്ട്റൈറ്റ് ആയിട്ട് അതിനെ പ്രക്ഷേപണ അവകാശം റദ്ദാക്കുന്നു. അവരുടെ പ്രശ്നം നാട്ടുകാരിലേക്ക് എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരവാദത്തിനുള്ള അവസരം അവിടെ കൂടുതൽ ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഇവരുടെ ആയുധം എന്ന് പറയുന്നത് ഇരവാദമാണ്. അത് ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെയും ഒരു ഇതുപോലുള്ള വ്യക്തികളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഇരവാദം ഉന്നയിക്കുക. എന്നെ വേട്ടയാടുന്നു, ഞങ്ങൾ ഇരയാക്കുന്നു. സംഗതി അവരായിരിക്കും വേട്ടക്കാർ, പക്ഷേ അവർ വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഫലിപ്പിക്കാൻ കഴിയാറുണ്ട്. ഹമാസ് വലിയ എക്സാമ്പിളാണത്. അവർ 7-ാം തീയതി പോയി ഉണ്ടാക്കിയ ആ പ്രശ്നത്തെ ആരും മിണ്ടുന്നില്ല. അവരവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഹോസ്റ്റേഴ്സിനെ കുറിച്ച് അവർ മിണ്ടുന്നില്ല. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങളെ വേട്ടയാടുന്നു. അപ്പോൾ അതൊരു വലിയ വെപ്പണാണ്. ഈ വെപ്പണൈസേഷൻ ഓഫ് വിക്ടിംഹുഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ വിവിധ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് ഏത് ലക്ഷ്യം വേണമെങ്കിലും നേടാൻ പറ്റുമ്പോൾ അവിടെ അവർക്ക് ഈ മാധ്യമ നിയന്ത്രണം എന്ന് പറയുന്ന സാധനം ബാൻ എന്ന് വന്നാൽ പോലും അതിനെയും ഓവർകം ചെയ്യാൻ അത് സാധിക്കും. കോടതികളൊക്കെ പെട്ടെന്ന് ആ ഒരു വാദത്തിൽ വീഴും. കാരണം കോടതികൾക്ക് എപ്പോഴും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന ഫ്രീ സ്പീച്ചിനെ ഉയർത്തി വെച്ചേ പറ്റുള്ളൂ കോടതി അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ നമുക്കെതിരെ വരില്ലേ? ഇങ്ങനെ നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചു, നേരെ പോയി ബാൻ, അങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇതിൽ വാണിംഗ് കൊടുക്കുക. ഇപ്പം എനിക്കെതിരെ കേസുകൾ ഉണ്ട്, നമ്മളത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോടതിയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെ നമ്മൾ ജീവനോട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്ന ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലാണ്. അപ്പോൾ ന്യായം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയിലാണ്. ആ കോടതി വഴി പോവുക എന്നുള്ളത് തന്നെയാണ്. ആ വിശ്വാസ്യത നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ ഔട്ട്റൈറ്റ് ആയിട്ട് ബാനിലേക്ക് പോകാന്ന് പറയുമ്പോൾ അതൊരു റോങ് പ്രസിഡന്റ് ആണ്, ഒരു കീഴ്വഴക്കായിട്ട് അത് മാറും എന്നുള്ളതാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഇവര് മീഡിയ വൺ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഈ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം ഈ കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ടാണെന്ന്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതുവരെ ഇല്ലാതിരുന്ന വിധത്തിൽ ഒരു ഭയപ്പാടിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു ജനത, കശ്മീർ ജനത, അവര് മുന്നിലേക്ക് വരികയാണ്. ടൂറിസം അവർക്ക് വലിയ വാതായനങ്ങൾ തുറന്നു നൽകുന്നു, ജീവിതം മെച്ചപ്പെടുത്താൻ. ആ രീതിയിൽ അവർ വരുമ്പോൾ നടക്കുന്ന ഒരു ഭീകരാക്രമണമാണ്. അതിന് സൈനിക സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേറെയാണ്.
പക്ഷേ കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ടാണ് പഹൽഗാമിൽ ഇപ്പോൾ ഭീകരാക്രമണം ഉണ്ടായത് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ ഈ ഒരു പ്രസ്താവന എത്രത്തോളം ദുർബലമാണ്, അല്ലെങ്കിൽ ഇവര് ഈ രീതിയിൽ ഇവർ ഈ വിഷം തുപ്പുന്നതിനെ നമുക്ക് എങ്ങനെയൊന്ന് ന്യായീകരിക്കാൻ സാധിക്കും? അതായത് ഇപ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്തു, അത് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ടാണെന്നാണല്ലോ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന അറ്റാക്കൊക്കെ, അപ്പോൾ ഇതിന് മുന്നേ അറ്റാക്കുകൾ നടന്നിട്ടില്ലേ ഈ പറയുന്ന സ്ഥലത്ത്? അത് ആർട്ടിക്കിൾ 370 ഉള്ളപ്പോഴല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഇവർ ലക്ഷ്യം വെക്കുന്ന ഈ ഒരു ഇസ്ലാമിക രാഷ്ട്ര ആ സിദ്ധാന്തം അതിന് വലിയ വിലങ്ങുതടിയായിട്ട് മാറിയ ഒരു സാധനമാണ് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്ന് പറയുന്നത്. കാരണം അവിടെ ആ ഒരു സ്വതന്ത്ര ഒരു കാശ്മീർ എന്നുള്ള ആ ഒരു നിലനിൽപ്പ്, അവർക്ക് പ്രത്യേക പദവിയായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയും ഇന്ത്യൻനെസ്സിനോട് ചേർന്ന് നിൽക്കാതെ അവരുടെ ഒരു സ്പെഷ്യൽ ഐഡൻറ്റിറ്റിയിൽ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയും കൂടി ഐസൊലേഷൻ ഉള്ളതുകൊണ്ട് അവിടെ പല തീവ്രവാദ പ്രവർത്തനങ്ങളും കാലങ്ങളായിട്ട് സുഗമമായിട്ട് അവിടെ നടന്നു വന്നിരുന്നു. അതിനാണ് വലിയ തിരിച്ചറി കിട്ടിയത്. ഒന്നത്. രണ്ട്, ഇതിങ്ങനെ സാധിക്കും എന്ന് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ മാറുകയാണ്. ജനങ്ങൾ മാറുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താ? ഈ തീവ്രവാദം നടക്കണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡർ സപ്പോർട്ട് വേണം. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒക്ടോബർ 7 ഞാൻ എപ്പോഴും ആ ഉദാഹരണം എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ മോഡസ് ഓപ്പറാൻഡി ഒരേപോലെ ആയതുകൊണ്ടാണ്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് വന്നിട്ട് അറ്റാക്ക് നടത്തുമ്പോൾ അതിനവർക്ക് ഇസ്രായേലിനകത്ത് നിന്ന് ഒരു സപ്പോർട്ട് കിട്ടി, ഇൻസൈഡർ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ജൂതന്മാരല്ല സപ്പോർട്ട് കൊടുത്തത് ഈ ഗാസയിൽ നിന്ന് ഇസ്രായേലിൽ വന്ന് ജോലി എടുത്തുകൊണ്ടിരുന്ന, ഇവരുടെ കിബുട്സുകളിൽ ജോലി എടുത്തിരുന്ന, അവിടുത്തെ സ്ഥിരമായി അംഗങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന പല ആളുകൾ, കൃഷി സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ, കൃഷി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ, ഇവർ കാലങ്ങളായിട്ട് അവിടെ നിന്ന് നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു അവകാശം, അവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ആ ഒരു അവസരത്തെ അവരെന്തിനാണ് ഉപയോഗിച്ചത്? അവർ തീവ്രവാദത്തിനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു ഇൻസൈഡർ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നമുക്ക് എളുപ്പമല്ല. ഞാനത് നേരിട്ട് ആ ഒരു കിബിറ്റ്സിൽ പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാഴ്ചയാണ്. അതായത് ഗേറ്റ് അത് തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആകുമ്പോൾ അത് എപ്പോഴാണ് തുറക്കുന്നത് എപ്പോഴാണ് അടയുന്നത് എന്ന് അവർ വീക്ഷിച്ച് അതിൻ്റെ കറക്റ്റ് സമയവും എങ്ങനെയാണ് എപ്പോഴാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് തീവ്രവാദികൾ വന്ന് അവിടെ ഒളിച്ചു നിന്നിട്ട് ഇവർ രാവിലെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ തുറക്കുമ്പോൾ അത് കഴിഞ്ഞ് അവർ തിരിഞ്ഞ് വരുന്ന നേരത്ത് അവർ ഗേറ്റ് തുറക്കുന്ന സമയത്ത് അവരെ പിടിച്ച് കൊല്ലുകയും എന്നിട്ട് അവരാണ് അകത്തേക്ക് കയറുന്നത്. അല്ലാതെ ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉള്ള സ്ഥലത്ത് അവർക്ക് അതിനകത്തേക്ക് കയറാൻ കഴിയില്ലായിരുന്നു, ഈ കിബിറ്റ്സിനകത്തേക്ക്. അപ്പോൾ ഈ ഗേറ്റ് തകർത്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് ഈ സമയം പറഞ്ഞു കൊടുത്തത് ആരാണ്? സമയം പറഞ്ഞു കൊടുത്തത് ഇതേ കിബിറ്റ്സിനകത്ത് ജോലി ചെയ്തിരുന്ന ഹമാസ് അനുഭാവികളായിട്ടുള്ള ഗാസക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമായിരുന്നു. കാരണം അവർ പലരും അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ ഇൻസൈഡർ സപ്പോർട്ട് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് ആ ഒരു ഇൻസൈഡർ സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ അളവ് വരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നല്ല സൂചനയാണോ? ആണ്. അതിന് എങ്ങനെയാണ് അവർക്കത് ലഭിച്ചത്? ഈ 370 റദ്ദാക്കിയത് വഴി അവർക്കുണ്ടായിട്ടുള്ള ജീവിതത്തിലുണ്ടായിട്ടുള്ള അഭിവൃദ്ധി തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനൽസിൽ ഈ കാശ്മീരികളായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൽ ഈ അടുത്തൊരു വീഡിയോ കണ്ടത് ഇങ്ങനെ റാൻഡമായിട്ട് ചോദിക്കുകയാണ് കാശ്മീരികളായിട്ടുള്ള ആളുകളുടെ അടുത്ത്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു ടീച്ചറായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു കാശ്മീരി ആയിട്ടുള്ള സ്ത്രീ. അവർ പറയാണ് 370 റദ്ദാക്കിയത് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നന്നായിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, പണ്ടൊക്കെ ഞാൻ രാവിലെ കാറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്, കാരണം തിരിച്ചു വരുമ്പോൾ ചില്ലുണ്ടാവില്ല കാറിന്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഞാൻ കാറിൻ്റെ ചില്ല് മാറ്റിയിട്ട് കാലങ്ങളായി എന്നവർ പറയുമ്പോൾ അതാണ് അവർ അതിൻ്റെ ഉദാഹരണമായിട്ട് എടുത്തു വെച്ചത്. അല്ലാതെ അവർക്ക് വലിയ സാമ്പത്തികമായ നേട്ടം ഉണ്ടായതിനെക്കുറിച്ചോ ആതങ്കവാദികളുടെ അക്രമം കുറഞ്ഞതിനെക്കുറിച്ചൊന്നുമല്ല അവർ പറയുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ 370 ശേഷം ഉണ്ടായിട്ടുള്ള ഒരു എഫക്റ്റിനെ കുറിച്ച് അവർ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം പറയുകയാണ്. കാരണം അവർ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞ മാതിരി ഓരോ ആളുകൾക്കും ഇതേപോലെ അവരുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് കാശ്മീരി എന്ന നിലയ്ക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ, ഈ 370 റദ്ദാക്കിയതിൻ്റെ റിഫ്ലക്ഷൻ എന്നുള്ളത് ഓരോ കാശ്മീരി ആയിട്ടുള്ള ആൾക്കും കാണാൻ കഴിയുന്നു. സെഹല റാഷിദ് ഈ മോദി വിരുദ്ധത എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു CA പ്രൊട്ടസ്റ്റിൻ്റെ ഒക്കെ കാലത്ത് മോദിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നയിച്ചിട്ടുള്ള കാശ്മീരി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്നാണ്, JNUവിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ. അവിടെ പഠിച്ചിരുന്ന ആ പെൺകുട്ടി പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നത് വലിയ ചർച്ചയായിരുന്നു. എന്താ അവർ പറഞ്ഞത്? 370 റദ്ദാക്കിയത് മോദിയെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവിടെ ഇതേ മീഡിയ വന്ന് പറഞ്ഞ എന്താണ്, ഷെഹല റാഷിദിനെതിരെ എന്തോ കേസുണ്ട്, അപ്പോൾ അത് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മോദിയോടൊപ്പം കൂടിയെന്നാണ് അന്ന് വിളിച്ചു പോയത്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു നിയമത്തിന്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു ഗുണത്തെക്കുറിച്ച് പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ അത് ഉടനെ ഇതേപോലെ കൺസ്പിരസി തിയറികളിലൂടെ കടത്തി വിട്ടുകൊണ്ട് അവരെ ഒതുക്കാനുള്ള ശ്രമം. ചാപ്പേടികളുടെ മറ്റൊരു ഒരു രീതിയാണത്, ആ വിദഗ്ധന്മാരുടെ. അത് തന്നെയാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് 370 റദ്ദാക്കിയത് വലിയ നന്മ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അതിലേക്ക് വഴി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കാശ്മീരികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോയിട്ട് അതിന് വെരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ കണക്കുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീവ്രവാദി ആക്രമണങ്ങളുടെ എണ്ണം കുറയുന്നു. അതുപോലെ ഇന്നിപ്പോൾ ഇവർ പറയുന്നു സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് പ്രശ്നം. ഈ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത് കാഫിറുകളായിട്ടുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് മുന്നേ കാഫിറുകൾ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. ഉള്ള കാഫിറുകളെയൊക്കെ കശ്മീരി പണ്ഡിറ്റുകളെ കുറേ പേര് ഓടിച്ചു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ പേടിച്ചും അല്ലാതെയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുറത്തുനിന്നുള്ള ആളുകളെ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഈ പെഹൽഗാം അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾ കശ്മീരികളായിട്ടുള്ള ആളുകളല്ല, അതിൽ നിന്ന് പുറത്തുള്ള ആളുകളാണ് കൂടുതലും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുകയാണ്. അതുപോലെ റൈസിൽ ഇന്നാളൊരു പിൽഗ്രിംസിന് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു വാനിന് നേരെ ഉണ്ടായിട്ടുള്ള അറ്റാക്ക്, അതിലും കൊല്ലപ്പെട്ടത് ആരാണ്? അപ്പൊ ഇങ്ങനെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ, പുറത്തുനിന്ന് വരുന്ന ആളുകളെ കൊല്ലാൻ കിട്ടുന്ന ഒരു അവസരം അവരത് ഉപയോഗിക്കുകയാണത്. അപ്പോൾ ആ രീതിയിൽ മാറുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ 370 ഉണ്ടായി, സമാധാനം ഉണ്ടായി, എന്നിട്ട് അറ്റാക്ക് ഉണ്ടായി, എന്തുകൊണ്ട് അറ്റാക്ക്? ഇതെന്താ അവർ വിചാരിക്കുന്നത്? ഇത് മറ്റേ പപ്പടം ചൂടുന്ന പരിപാടിയൊന്നുമല്ലല്ലോ. ഇത് ദേശസുരക്ഷയും ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ മറ്റൊരാൾ ഇത് ചെയ്യുമ്പോൾ എന്താണിത് പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ചോദിക്കണം. അങ്ങനെ ഒരു പ്രഷർ അവിടെ ഉണ്ടാവണം, അതിൽ തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഇത് മുന്നോട്ട് പോവുള്ളൂ. ചോദ്യം ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഇവരും BJP ആണെങ്കിൽ അതിൽ അലംഭാവം കാണിക്കും. അപ്പോൾ ആ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഈ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളോടും കൂടി ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ സ്വയം ചോദിക്കാൻ തയ്യാറാണെന്നാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു 370 കാര്യത്തിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 370 അവിടെ പുനഃസ്ഥാപിക്കും എന്നാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കണം എന്നുള്ള വാദം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ? കാരണം നിങ്ങൾ തന്നെ പറയുന്നു സമാധാനം ഇപ്പോൾ വീണ്ടും തകർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സമാധാനം വന്നു എന്ന് നിങ്ങളവിടെ പരോക്ഷമായിട്ട് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ ഒരു കോൺഗ്രസിൻ്റെ അനുഭാവിയോട് നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ്, ഈ സാധനം നിങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പോൾ ആള് പറയേണ്ടി വന്നു അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല, അതറിയാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ വരികയാണ്. എന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ ആ അഭിപ്രായം തർജ്ജമ ചെയ്ത് ഹിന്ദിയിലാക്കിയിട്ട് നമുക്ക് രാഹുൽ ഗാന്ധിക്ക് എത്തിക്കാം, എന്ത് പറയുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആൾ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ഇന്നിപ്പോൾ ഈ ആർട്ടിക്കിൾ 370 എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ട്. അതിനെ പുനഃസ്ഥാപിക്കണം, അതിനെ റദ്ദാക്കിയതിന് അനുകൂലിക്കണോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ റദ്ദാക്കിയതിന് അനുകൂലിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള നെഹ്റു തന്നെയാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നതിന് വഴിവെച്ചതും ഈ ഒരു ഭൂതത്തെ തുറന്നു വിട്ടതും. അപ്പോൾ ഇന്നിപ്പോൾ അതിനെ റദ്ദാക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അതിനെ അനുകൂലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവിനെ തിരുത്തുക എന്നും കൂടിയാണ് അവർ പറയേണ്ടതായിട്ട് വരിക. അതൊക്കെ അവർ അങ്ങനെയുള്ള കടുംകൈക്കൊക്കെ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞ ആളുകൾ ഇനി എന്താ അവരുടെ മുന്നിലുള്ള വഴി? ഒന്നുകിൽ പറഞ്ഞത് വിഴുങ്ങുക, അതല്ലെങ്കിൽ പറയുന്ന ആളുകളോടൊപ്പം ചേരുക എന്നുള്ളതാണ്. കോൺഗ്രസ് തകരുന്നത് ഇങ്ങനെയാണെന്ന് കൂടിയാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ 370 റദ്ദാക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്നത് അതിപ്പോൾ മീഡിയ വൺ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ പറയുന്നു, ചില കോൺഗ്രസ്സുകാരും പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒരേ നൂലിൽ നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റുന്ന ആളുകളാണ്, ഒരേ കയറിലിൻ്റെ അറ്റത്ത് വരാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ഈ വാദം ആവർത്തിക്കുന്നത് വഴി എന്താണ് അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത്? കശ്മീരികളായിട്ടുള്ള ആളുകൾ അവർ പറയുന്ന കാര്യത്തെ നുണയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ നിങ്ങളുടെ അജണ്ട നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്? അപ്പോൾ ഇതെല്ലാം വെറും രാഷ്ട്രീയമായിട്ട് ചുരുക്കി കെട്ടി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം അരുത്, ഇതൊരു തീവ്രവാദ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതാദ്യം നിങ്ങൾ സ്വയം പറയേണ്ടി വരുന്നൊരു വാദമാണ്. ആർട്ടിക്കിൾ 370 ആണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്ന വാദം. എന്തായാലും മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ പലപ്പോഴും ഒരു മാധ്യമം പുലർത്തേണ്ടുന്ന ധാർമ്മിക മൂല്യങ്ങളെ മറക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെത്തുന്നു എന്നുള്ളത്. ഇത് ആരിഫ് സാർ പറഞ്ഞതുപോലെ ഇത് എത്രത്തോളം കോടതികളിൽ നിലനിൽക്കുന്നു, അവരൊരു ഇരവാദം പറയുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം കോടതികളിൽ ഈ കേസ് എത്തും അല്ലെങ്കിൽ ഇവർക്കെതിരായ ഒരു കാര്യങ്ങൾ എത്തും എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. അതിനേക്കാൾ ഉപരി ഇത് പൊതുജനം, ആ ചാനൽ കാണുന്നവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.